കണ്ണൂർ വാണിയപ്പാറയിലെ കല്ലറയിലെ ദുരൂഹത നീക്കാൻ നടപടി ആരംഭിച്ചു. വിലങ്ങാട് സ്വദേശി സിജോ സ്കറിയയുടെ തിരോധാനത്തെ മുൻനിർത്തിയാണ് അന്വേഷണം. സിജോയുടെ ഭാര്യ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം ഒരു കല്ലറയിൽ 2 മൃതദേഹം കാണുന്നത് എങ്ങനെയെന്നതിലെ ദുരൂഹത നീക്കാൻ കല്ലറ തുറന്നേ മതിയാകൂ എന്ന നിലപാടിലാണ് പള്ളി അധികൃതർ. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, ഈ തുടക്കം മുതൽ വലിയ ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ കല്ലറയിൽ ഉണ്ട് എന്ന് കരുതുന്ന രണ്ടാമത്തെയാള് 12 വർഷം മുമ്പ് കാണാതായ സിജോയാണ്. ഈ സിജോയുടെ തിരോധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? നിലുവ, ഈ കല്ലറയിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെല്ലാം അത് 2 കേസുകളിലും, അതായത് ഈ മൃതദേഹമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തു കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സ്വദേശിയായ സിജോ വർഗീസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 2 കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ആളുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും കണ്ണൂർ പേരാവൂർ DYSPയും ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ലാൻഡ് റവന്യൂ ഇരിട്ടി തഹസിൽദാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ സിജോ കാണാതായ സിജോ സ്കറിയുടെ സഹോദരിയുടെ ഭാര്യയുടെ സഹോദരനെ ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്തിരുന്ന അല്പസമയം മുൻപ് ഈ പള്ളിയുടെ കൈക്കാരനായ ബിനോയ് എന്ന വ്യക്തിയാണ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മൊഴിയടക്കം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഭാരവാഹികളോടക്കം കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നൊരു ലക്ഷ്യം കൂടി ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട്. ഇവിടെ വിവിധ സർക്കാർ വകുപ്പുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു പള്ളിയുടെ കല്ലറ തുറന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ ഒരുപാട് നൂലാമാലകളുള്ളൊരു സംഭവം കൂടിയാണ്. അതിന് കൃത്യമായ ഉത്തരവുകളില്ലാതെ അത് തുറന്ന് പരിശോധിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ നിലവിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോവുകയാണ്. ഒടുവിൽ പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. നേരത്തെ ഈ സംഭവം നടന്ന ഏതാണ്ട് 10 ദിവസത്തോളമായിട്ടും FIR ഇടുന്നില്ല എന്നത് വലിയ ആരോപണമായി അവശേഷിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. നീലിമ, കാര്യം കൂടി, ഈ FIR ഇടാത്തത് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ പള്ളി കമ്മിറ്റി ഉന്നയിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായല്ലോ ഈ ഒരു ദുരൂഹമായ ഒരു വസ്തു ആ കല്ലറയിൽ കണ്ടെത്തിയിട്ട്. ഇതെന്തുകൊണ്ടാണ് FIR ഇടാൻ പോലീസ് മടിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദുരൂഹത ആരോപിക്കുന്നുണ്ടോ? നിലവിൽ അത് വീണ്ടും ഒരു പരാതി ഈ പള്ളി അധികൃതർ കരിക്കോട്ടക്കരി പോലീസിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ നിലവിൽ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ പരാതി കൊടുത്തിരുന്നെങ്കിലും അതിനകത്ത് ചില ആളുകളുടെ ബന്ധുക്കൾ അത് തങ്ങളുടെ കുടുംബത്തിലുള്ള ആളെ അടക്കിയതാണെന്ന് അടക്കമുള്ള രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വാക്കുകൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇരട്ടി വിലങ്ങാട് സ്വദേശിയുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെ പേരാവൂർ DYSP അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ എത്തിക്കൊണ്ട് ഈ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്. നീലിമ. ശരി മിഥുൻ. കണ്ണൂർ വാണിയപ്പാറയിലെ കല്ലറയിലെ ദുരൂഹത നീക്കാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. വിലങ്ങാട് സ്വദേശി സിജോയുടെ തിരോധാനത്തെക്കുറിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.